ഇന്ന് രാവിലെ എണീച്ചപ്പോഴുള്ള കാലാവസ്ഥ ഇങ്ങനെയായിരുന്നു. നന്നായി ഇരുണ്ട് മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു. നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടാ. അപ്പുണ്ണിക്ക് ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണല്ലോ. അപ്പം അപ്പുണ്ണിനെ പറഞ്ഞേക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പുണ്ണിക്ക് ചായക്ക് കിണ്ണത്തപ്പണ് ഉണ്ടാക്കിയത്. പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പച്ചപ്പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മഴയുടെ അവധി കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പുണ്ണി സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നാണ് പോണത്. പനിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ലീവായിരുന്നു. അങ്ങനെ അപ്പുണ്ണീനെ പല്ല് തെപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പുണ്ണിക്ക് കാപ്പിയും അപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ മുടി കെട്ടി കൊടുക്കാൻ കേട്ടോ. മുടി കെട്ടുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ വെയിൽ വരും, പിന്നെ മഴ പെയ്യും, പിന്നെ വെയിൽ വരും. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ കാലാവസ്ഥ. മഴ പെയ്യണത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു നല്ല മഴ പെയ്തത്. ഇത്രയും ദിവസം ലീവ് എടുത്തിട്ട് ഇന്ന് ക്ലാസ്സിൽ പോകണതിൻ്റെ മടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പുണ്ണിക്ക്. എണീക്കാൻ ഇച്ചിരി മടി ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ അവള് വേഗം വേഗം ചെയ്തുട്ടാ. ഇപ്പൊ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അവധി കൊടുക്കണ കാരണം കുട്ടികളുടെ വിചാരം എപ്പം മഴ പെയ്താലും അവധി കിട്ടുന്നതാണ്. ഇപ്പത്തെ മഴ കണ്ടിട്ട് അപ്പുണ്ണി എന്നോട് പറയണ്ടായിരുന്നു, ഇന്നും അവധി തന്നെ ആയിരിക്കും എന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് അപ്പുണ്ണിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെഡി ആക്കുകയാണ്. പച്ചപ്പയർ ഉപ്പേരിയും പിന്നെ 2 പപ്പടം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറ് പിന്നെ സ്കൂളിൽ നിന്നാണ് മേടിക്കുക. പിന്നെ അത് ടവലിൽ കെട്ടിയൊക്കെ സെറ്റാക്കി കൊടുത്തു. പിന്നെ അപ്പുണ്ണി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കാണല്ലോ. അപ്പം അപ്പുണ്ണി എന്നോട് പറയണം നോക്കിട്ടാ. എന്തിന് അവള് പോയി കഴിഞ്ഞാൽ എന്നോട് കരയണ്ടെന്നാണ് പറയണേ. അങ്ങനെ ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട റോട്ടില്. വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ ഈ ടൈമിലാണ് ഞങ്ങൾ മുക്കുറ്റി പൊട്ടിച്ച് തൊടാറുള്ളത്. അങ്ങനെ അപ്പുണ്ണി പോയി മുക്കുറ്റിയുടെ ഇല പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അരച്ച് അപ്പുണ്ണിക്കും തൊട്ട് കൊടുത്തു, ഞാനും തൊട്ട് വിട്ടാം. അങ്ങനെ അപ്പുണ്ണിനെ വണ്ടി വന്നപ്പോൾ വണ്ടിയിൽ കയറ്റി വിട്ടു കൊടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ്